ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ യൂസ് ചെയ്യുന്നത് ചെയറോൺ റോഡ് ഫ്രോഗ്, നമ്മുടെ കൊമേഡോ ഫ്രോഗ് തന്നെ. റീൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഞാൻ ഫിഷോളിക്കിൻ്റെ ഡെഡ്ലി ഹാൻഡാണ് ഞാനിപ്പം യൂസ് ചെയ്യുന്നത്. ഫിഷ് ഓൺ. ഫ്രോഗ് നമ്മുടെ കൊമേഡോ ഫ്രോഗ്. വേറെ വല്ലതും കിട്ടുമോന്നും കൂടെ നമുക്ക് നമുക്ക് കൊല്ലിയിലിട്ടതിനകത്തുനിന്ന് ഒരു വരാല് എങ്ങനെയോ പോയി. വലുതാണ് ഗൗരാമിയ. ശേഷം ഒരു കാക്കിലോമയുള്ളൊരു വരാല്. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗണ്ടൊക്കെ അല്പം മാറിയിട്ടുണ്ട്. ചെറിയൊരു പനിയൊക്കെയാണ്. പനിയൊന്ന് മാറി വരുന്നതേ ഉള്ളൂ. എന്നാലും നമ്മൾ ചാടി ഇറങ്ങുമല്ലോ, അതാണല്ലോ നമ്മുടെ ഒരു പ്രകൃതം മീൻപിടുത്തക്കാരുടെ. ഇന്നലെ രാത്രിയിലൊക്കെ മഴയുണ്ടായിരുന്നു, പകലും ചെറിയൊരു മഴയുണ്ടായിരുന്നു. അപ്പം ഈ കണ്ടത്ത് കിടക്കുന്ന മീനുകളെല്ലാം ഒന്ന് ഇളകിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം വെച്ചുകൊണ്ട് രാവിലെ നമ്മൾ വന്നിരിക്കുക. കാലാവസ്ഥയൊക്കെ ഇത് തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പം നമുക്കെന്തായാലും ഇവിടെ മാത്രമല്ല വേറെ സ്ഥലങ്ങളിലൂടെ നോക്കാം. മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയി നോക്കാം. അപ്പോൾ നമുക്കെന്തായാലും രാവിലെ തുടങ്ങാം. നമ്മൾ യൂസ് ചെയ്യുന്നത് ചെയറോൺ റോഡ് ഫ്രോഗ്, നമ്മുടെ കൊമേഡോ ഫ്രോഗ് തന്നെ. റീൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഞാൻ ഫിഷോളിക്കിൻ്റെ ഡെഡ്ലി ഹാൻഡാണ് ഞാനിപ്പം യൂസ് ചെയ്യുന്നത്. ടാസ്കിങ് കുറച്ച് കംപ്ലൈൻ്റ് ആയി, അതുകൊണ്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ യൂസ് ചെയ്യുന്നത്. എനിക്കിത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, അറിയത്തില്ല. നമുക്ക് വലിയ ഹെവിയൊന്നും ഇതുവരെ അടിച്ചിട്ടില്ല. ഇതൊക്കെ അടിച്ചാലേ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. കണ്ടോ, നമുക്കിത് ചെറിയ താഴോട്ട് ഇറങ്ങി ഇവിടെ തോടൊക്കെ ഉണ്ട്, ചെറിയ തോടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ അടിച്ചടിച്ച് നോക്കാം. മഴ പെയ്യാതിരുന്നാൽ നല്ലതാണ്. മഴ പെയ്യാതിരുന്നാൽ നമുക്ക് എങ്ങോട്ടേലും ഒക്കെ പോകാൻ പറ്റും. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ അയ്യോ. നിലവിൽ ഇരുണ്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇടിയും മഴയായിരിക്കും. അപ്പം ഞാനിനി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് നല്ല കാര്യമല്ല. അതിൻ്റെ ഇടയിൽ നൂലും കുടുങ്ങി. ഓക്കെ, അപ്പം ഇനി ഇവിടുന്ന് പോകാം. നിലവിൽ നല്ല മഴക്കാർ കയറി, കണ്ടോ, നല്ലപോലെ കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടുന്ന് പോയേക്കാം. വന്നിട്ട് പിന്നീട് നമുക്ക് വീട് അടുത്താണ്ട് പിന്നെ പെട്ടെന്ന് ചെല്ലാം. നല്ല രീതിയിൽ തെളിയുവാണെങ്കിൽ ഇച്ചിരി വെട്ടം വീണെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങോട്ടെങ്കിലും സ്റ്റിക്ക് അടിക്കാൻ ഇറങ്ങാം. അന്നേരം മീൻ കിട്ടാനുള്ള കിട്ടും. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ഉണ്ട്, അണ്ണനും ഉണ്ട്. അണ്ണനൊന്ന് സ്റ്റിക്ക് അടിക്കാനേ വന്നിട്ടുണ്ട് എൻ്റെ കൂടെ. അണ്ണന് മീൻ കിട്ടിയില്ലെങ്കിൽ അണ്ണൻ ഇവിടെ കിടന്ന് കരയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റിക്കാർ. അണ്ണൻ വേണേ പിടിക്കുവാണോ, നീർക്കോലിയൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും കയറി അടിക്കുന്നത്. ഈശോയ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു വരാൽ ഇപ്പം നല്ലവണ്ണം പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ അടിക്കണ്ട, അങ്ങോട്ടങ്ങ് നോക്കാം. ഇവിടെയൊക്കെ അടിച്ചതിൻ്റെ ഫിഷ് ഓൺ. ചെറുതാ ചെറിയ നാടൻ. എന്തായാലും ഒരെണ്ണമെങ്കിൽ വടിച്ചു വിടും നമുക്ക്. കുഞ്ഞെടുത്ത് ഇത്രയേ ഉള്ളൂ. ഫ്രോഗ്, നമ്മുടെ കൊമേഡോ ഫ്രോഗ്. കുഞ്ഞെടുത്ത് കണ്ടോ, വലിയ സൈസൊന്നും ഇല്ല. അപ്പോൾ നമുക്കതിനെ എടുക്കാം. നാടൻ വരാല, അതൊക്കെ എടുക്കാൻ സൈസാണ്. വലിയ പരിക്കില്ലാതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നാടനായതുകൊണ്ട് നമുക്ക് അതൊക്കെ എടുക്കാവുന്ന പരുവ് ഇതൊക്കെ. ഓക്കെ, ഫൈൻ. എന്നിട്ട് ഇവനെ നമുക്ക് ഇവിടെ കെട്ടിയിടാം. അവിടെ കിടക്കട്ടെ. എന്നിട്ട് നമ്മുടെ ബാഗ് എടുത്ത് അതിൻ്റെ മണ്ടയിലും കൂടെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ സെറ്റ്. നമുക്കെന്തായാലും ആദ്യത്തെ വരാൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നോക്കാം, വേറെ വല്ലതും കിട്ടുമോന്നും കൂടെ നമുക്കിനി നോക്കാം. അടിച്ചു.
എറിയണം അവിടെ തന്നെ, ഒരു 10,000 പേര് എറിയണം. അപ്പം ഞാനോ? നിക്ക് നല്ല രീതിയിൽ ഹുക്കായിരുന്നു കേട്ടോ, നല്ല രീതിയിൽ ഹുക്കായിട്ടിരിക്കുമായിരുന്നു. അയ്യോ, ഇച്ചിരി കഷ്ടപ്പെട്ടെടുക്കാൻ, സ്വല്പം കഷ്ടപ്പെട്ട് ഞാൻ അതെടുക്കാൻ. നമ്മുടെ രണ്ടാമത്തെ വരാൽ. ഓ ബ്ലഡ് ഹല്ലേലൂയ സ്തോത്രം. അടുത്ത സ്പോട്ടിൽ പോകാനോ? വെള്ളത്തിൽ നോക്കട്ടെ. നമുക്ക് കൊല്ലിയിലിട്ടതിനകത്തുനിന്ന് ഒരു വരാല് എങ്ങനെയോ പോയി. എങ്ങനെ പോയി നോക്കി. അവൻ അതിതന്ത്രപരമായിട്ട് രക്ഷപ്പെട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. കഴിവേറിയുടെ മോൻ ഇതുവഴി പെട്ടെന്ന് ഇട്ടപ്പോൾ അവൻ ഇത് പോയതാ, മറ്റേ ഇതിന് കാലേ കൂടെ അടിച്ചു. പെട്ടെന്ന് ഇട്ടപ്പോൾ അവനെ നിങ്ങൾ വെളിയിലാണ് ഇട്ടത്, കൊല്ലിക്കകത്തല്ല. ചിലപ്പോൾ അതായിരിക്കും നിങ്ങൾ പൊട്ടത്തരം വലിയ കാണിക്കും, മീനെ പിടിച്ചിട്ട് വെളിയിടും. നിന്റെ എല്ലാം കൂട്ടത്തോടെ പറഞ്ഞു തരാ, ഒറ്റയാന ഇന്നെണ്ണം പൊക്കുമെന്ന്. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് കയറി 3 വരാൽ കിട്ടി. ഒരെണ്ണം കൊല്ലിക്കകത്തുനിന്ന് ചാടിപ്പോയി. അണ്ണന് വലുതിനെ പിടിക്കുന്നുള്ളെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ കയറുവാണ്. അപ്പം നമുക്ക് അടുത്ത ദിവസം രാവിലെ ഒന്ന് തുടങ്ങാം. അതെന്താ ഇതെന്തോ ഒത്തിരി വലിയ മുട്ടിയോ? അപ്പം നമുക്കിവിടെ കയറുവാണ്. അപ്പം അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഇറക്കാം. ഗൗരാമിയോ കാണിച്ചേ? വലുതാണ് ഗൗരാമിയ. ഇതിപ്പോ എല്ലായിടത്തും പോയി ഒത്തിരി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം എനിക്ക് തെറ്റാലിംഗം കിട്ടിയായിരുന്നു, വലുത് പറഞ്ഞു. വലുത് നമ്മുടെ പുല്ലാട്ടം കണ്ടു വെച്ച് അകത്തോട്ട് കയറിപ്പോയോ. ഞങ്ങൾ വിചാരിച്ചു സിലോപ്പിയെന്ന് വിചാരിച്ചാ. സിലോപ്പിയെന്ന് വിചാരിച്ചതാ, ഇതായിരുന്നു. അടിച്ചു മോനെ, ഒരെണ്ണം അടിച്ചു. അവസാനം ഒരുത്തരടിച്ചു. രാവിലത്തെ ഫസ്റ്റ് വരാൽ ഒരു 1/2 കിലോ റേഞ്ച് ഉണ്ട്. ചേടാ ഹുക്ക് മൂറൊക്കെ എന്തി ഇത്ര നേരമെന്നറിയാം നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട്. ഇപ്പോൾ ഒരുത്തൻ അടിക്കുന്നത്, അതും അടിച്ച് അവൻ അണ്ണാക്കിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. മോനെ അതുറക്ക്. വാവ്, ഓക്കെ, കൊല്ലിയിലോട്ട് സ്മാഷാം. അങ്ങനെ കുറേ നേരത്തെ എൻ്റെ അംഗത്തിന് ശേഷം ഒരു 1/4 കിലോ മേളിലുള്ളൊരു വരാൽ. സത്യം ഞാൻ എറിഞ്ഞെറിഞ്ഞ് മടുത്തു. കാരണം മീൻ അടിക്കുന്നില്ല, എന്തോന്നും അറിയത്തില്ല, മീൻ ഇല്ല, കിട്ടുന്നില്ല. സത്യം പറയാൻ എനിക്ക് എന്തോ ശാപമാണെന്ന് തോന്നുന്നു. അതെ, ആറ്റത്തില്ല ഈ 12 ഗ്രാമിൻ്റെ വലിയ ഫ്രോഗല്ല, ഞൗക്ക് വരാൽ മതി. സത്യം പറഞ്ഞാൽ എത്ര സ്ഥലത്ത് ഞാൻ ഇന്ന് കറങ്ങിയെന്നറിയും. ഇപ്പം കറങ്ങിയിട്ട് അവസാനം ഇപ്പോൾ ഒരെണ്ണമെങ്കിലും എനിക്ക് അടിച്ചത് സത്യം പറഞ്ഞാൽ.
ഓ ചെറുമീനാ, ചെറുമീൻ ചെറുതാ. അര കിലോ എടുത്തു. നമുക്കിത് വൈകുന്നേരം ചെറുമീൻ അര കിലോ റേഞ്ചേ ഉള്ളൂ, അര കിലോ റേഞ്ച്. വലുതായിട്ട് സൈസ് ഒന്നുമില്ല, വലിയ സൈസ് അല്ലാത്ത ചെറുമീൻ. അപ്പം നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് ഇവനെ കൂടി ഇന്ന് എടുക്കാം. എൻ്റെ കൊല്ലിയൊരൽപ്പം മോശമാണ്. കൊല്ലിയൊരൽപ്പം മോശമാണ്. സോ നമുക്ക് തൽക്കാലം അവിടെ കിടക്കട്ടെ. അപ്പം നമ്മളിത് ഇവിടെ നിന്ന് കയറുവാണ്. അപ്പം എല്ലാം കൂടെ കുറച്ച് ദിവസത്തെ വീഡിയോസ് ഒന്നിച്ചാണ് ഇടുന്നത്. ഇന്നൊരു ചെറുമീൻ കിട്ടി, വേറൊന്നും അടിച്ചില്ല. രാവിലെ ഒരെണ്ണം അടിച്ചു, ഇന്നലെ ഒരെണ്ണം അടിച്ചു, കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. വലിയ ഇതൊന്നുമില്ല. നമുക്ക് വെള്ളം കയറിയപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസൊന്നും ഇതിൻ്റെ ഇല്ല. കാരണം വെള്ളം ശരിക്കും കയറുന്നേ ഉള്ളൂ. നല്ല രീതിയിൽ കയറിയാലേ വരാൽ ഇളകത്തുള്ളൂ. ഇപ്പം മൊത്തം കയറിയത് തൂളി ഇളക്കമാണ്. സോ അടുത്തൊരു ഫിഷിംഗ് വീഡിയോ കാണാം. ഈ ഒരു വീഡിയോ വലിയ രസമില്ലെന്ന് എനിക്കറിയാം. അപ്പം അടുത്തൊരു ഫിഷിംഗ് വീഡിയോ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ സെറ്റാക്കാം. നെക്സ്റ്റ് ഒരു ഫിഷിംഗ് വീഡിയോ കാണുമ്പോൾ എല്ലാവരും ടാങ്ക്ലേഴ്സ് മത്സ്യന്മാർക്കും ടാറ്റാ.